Hi guys, welcome to Cinetalk by Neuralink.com. ടോവിനോ തോമസ്, രഞ്ജി പണിക്കർ എന്നിവർ അഭിനയിച്ച് ബേസിൽ ജോസ് സംവിധാനം ചെയ്യുന്ന ഗോദ എന്ന ചിത്രത്തിന്റെ റിവ്യൂമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുഞ്ഞു രാമായണത്തിലൂടെ സംവിധാനത്തിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ബേസിൽ ജോസഫിന്റെ രണ്ടാമത്തെ ചിത്രമാണ് ഗോദ. തന്റെ ആദ്യ സിനിമ പോലെ തന്നെ ഒരു നാടും അവിടുത്തെ നാട്ടുകാരും പശ്ചാത്തലമായി ഈ സിനിമയിൽ വരുന്നുണ്ട്. പതിവിൽ നിന്ന് വിപരീതമായി മലയാള സിനിമയിൽ സ്പോർട്സ് സിനിമകൾ കൂടുതലായി റിലീസ് ചെയ്യുന്ന ഇക്കാലത്ത് ഗോദ മറ്റു സിനിമകളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു. ഒരു സ്പോർട്സ് കോമഡി ചിത്രം എന്നതിലുപരി നല്ലൊരു എന്റർടൈനറാണ് ഗോദ. ടോവിനോ തോമസ്, വാമിക ഗബ്ബി എന്നിവരാണ് ചിത്രത്തിൽ നായികനായകന്മാർ. ഒരു നായിക പ്രാധാന്യമുള്ള ചിത്രമായതുകൊണ്ട് തന്നെ ടോവിനോയേക്കാൾ വാമിക ഗബ്ബിയുടെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. ഇതര ഭാഷ നായികയായിട്ട് പോലും ഒരു ഗുസ്തിക്കാരുടെ ശരീരഭാഷയും ഒപ്പം തന്നെ വൈകാരിക ഭാവങ്ങളും ഒരേ തന്മയത്വത്തോടെ വാമിക അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് രഞ്ജി പണിക്കരുടെ ക്യാപ്റ്റനെ പറ്റിയാണ്. ചിലപ്പോഴൊക്കെ ടൊവിനോയേക്കാൾ പ്രാധാന്യമുള്ള കഥാപാത്രം ക്യാപ്റ്റന്റേതാണെന്ന് തോന്നിപ്പോകും. എന്നാലും വാമിക, രഞ്ജി പണിക്കർ എന്നിവർ തന്നെയാണ് സിനിമയുടെ റിയൽ സ്റ്റാർസ്. അജു വർഗീസിന്റെ ബാലൻ എന്ന കഥാപാത്രം ശരിയുടെ മാലപ്പടക്കം തന്നെയാണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത്. മാമുക്കോയ, ഹരീഷ് പെരാടി, ബിജുക്കുട്ടൻ, ഹരീഷ് പെരുമന, ശ്രീജിത്ത്, പാർവതി തുടങ്ങിയവരും നന്നായി തന്നെ തങ്ങളുടെ ഭാഗം ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകന് ഒരു നല്ല ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതിൽ വിഷ്ണു ശർമ്മ വിജയിച്ചിട്ടുണ്ട്. ഈ ദൃശ്യാനുഭവം തന്നെയാണ് ഗോദയെ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. രാകേഷിന്റെ സ്ക്രിപ്റ്റ് അതിഗംഭീരമൊന്നും ആയിരുന്നില്ലെങ്കിലും മികച്ചു നിന്നു. പാട്ടുകൾ കമ്പോസ് ചെയ്തത് ഷാൻ റഹ്മാനാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ അടുത്ത് കണ്ട സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ചതായിരുന്നു. ചിത്രത്തിലെ ഫൈറ്റ് സീനുകളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രേക്ഷകരെ ത്രസിപ്പിക്കും. അഭിനവ് സുന്ദർ നായിക്കിന്റെ എഡിറ്റിംഗും മികച്ചതായിരുന്നു. 2 മണിക്കൂർ മാത്രമുള്ള ചിത്രം ഒരു ഫുൾ ഓൺ എന്റർടൈനർ ആയിരുന്നു. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് തുടങ്ങി ടെക്നിക്കലായുള്ള കാര്യങ്ങൾ വരെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു നിന്നു. ദങ്കൽ, സുൽത്താൻ തുടങ്ങിയ സിനിമകളായി കമ്പയർ ചെയ്യാൻ തോന്നുക സ്വാഭാവികമെങ്കിലും ഗോദ മലയാള സിനിമയിൽ അതിന്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ബേസിൽ ജോസഫിന്റേതാണ്. ഈ സിനിമയ്ക്ക് ഞങ്ങൾ ഒരു ഫെയർലി ഗുഡ് റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഷോർട്ട് ടൈംസ് ആൻഡ് മൂവി റിവ്യൂസ് പ്ലീസ് വിസിറ്റ് neuralink.com. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ thumbs up and subscribe. Also please do share this video. This is Kiran and Alan signing off. Thank you.